ടി ജി പറഞ്ഞ കാര്യങ്ങൾ ഞാനും കേട്ടതാണ്. അപ്പൊ അതിനോട് യോജിക്കാനും വിയോജിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു രീതിയിൽ ഒരു കാര്യം പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് പൂർണ്ണ വിയോജിപ്പാണുള്ളത്. പക്ഷെ എന്ന് വെച്ച് നമ്മളിവിടെ സാധാരണ പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് നിലനിൽക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമല്ല, അത് ഒന്നാമത്തെ വിഷയമാണ്. കാരണം ഇവിടെ കൊടുക്കുന്ന സന്ദേശം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും ആൾക്കൂട്ട മർദ്ദനങ്ങൾക്കും ആൾക്കൂട്ട നീതിക്കും എതിരാണെന്ന് നമ്മളൊരു വശത്ത് പറയും. ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇല്ലാത്ത വകുപ്പുകൾ അല്ലെങ്കിൽ ഒരിക്കലും നിലനിൽക്കാത്ത വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ട് കേസുണ്ടാക്കി ഇതേപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് അറിയാതെ പോകുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭൂരിപക്ഷ ശാക്തീകരണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നടപടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള സർക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു അപവാദം എന്ന് പറയുന്നത് എന്താണ്, സംഘപരിവാറിന് അടിപ്പെട്ടു, അതല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് ആയി എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് തങ്ങളതിൽ പെട്ടിട്ടില്ല എന്ന് കാണിക്കേണ്ട ഒരു ബാധ്യത അതിനകത്തുള്ളതുപോലെ വരികയും അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നം ഈ പറഞ്ഞ കാര്യമാണ്. അതൊരു ഭൂരിപക്ഷ ശാക്തീകരണത്തിനാണ് ഇതിവിടെ വഴിവെക്കുക എന്നുള്ളതാണ്. അപ്പോ ഇത് BJP-യുടെ വളർച്ചയ്ക്ക് തന്നെയാണ് കൂടുതൽ കാരണമാകാൻ പോകുന്നത് എന്നുള്ളതും കൂടിയാണ് എനിക്ക് അതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്. ഏതായാലും നമുക്കൊരാൾ പറഞ്ഞതിനോട് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ട്, അത് നമ്മൾ മാനിക്കണം. പക്ഷെ നിയമത്തിന്റെ വഴിയിലേക്കൊക്കെ കടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ആൾക്കൂട്ട നീതി നടപ്പിലാക്കുന്നതിന്റെ ഒരു പരിഷ്കൃത രൂപം എന്നേ ഉള്ളൂ. അപ്പോഴും അത് ആൾക്കൂട്ട നീതി തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനുവേണ്ടി കൈയടിക്കുന്ന കൂട്ടത്തിൽ പല സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗതികൾക്ക് എതിരെ നിൽക്കണം എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന ആൾക്കൂട്ട നീതിക്ക് ഒപ്പം നിന്നുകൊണ്ട് കൈയടിക്കുന്നത് കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോഴും പ്രശ്നമാണ്. പറയുമ്പോൾ നമ്മളും TGയുടെ ആളാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. TGയുടെ ആളാണോ അല്ലയോ എന്നുള്ളതല്ല, ന്യായമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ TGയുടെ ഭാഗത്ത്, ഈ അറസ്റ്റിന്റെ വിഷയത്തിൽ TGയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നടപടി സത്യത്തിൽ ഒരു വളരെ ദൂരവ്യാപകമായ ഒരു നല്ലൊരു മോഡലല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രശ്നപരം ഉണ്ടാക്കുന്ന ഒരു മോഡലായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി തിരിച്ചുള്ള മറ്റു പല വാദങ്ങൾക്കും ഇനി ഇത് കൂടുതൽ ശക്തി ഉണ്ടാകാനും ഒരു വലിയ ഒരു കാലുഷ്യം നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് ഇത് വഴിവെക്കുക. ഓക്കെ.